നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം തരുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട് എന്ന്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം തരുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട് എന്ന്. അതുകൊണ്ടാണ് പുറപ്പാട് 14:14 ഇപ്രകാരം പറഞ്ഞു വെച്ചത്, നീ ശാന്തമായിരിക്കുക, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാമെന്ന്. നീ ശാന്തമായിരിക്കുക, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാമെന്ന്. സ്നേഹമുള്ളവരെ, ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ദൈവത്തിൽ നീ വിശ്വസിക്കുക. രണ്ടാമത്, വിശ്വസിക്കുന്ന ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുക. മൂന്നാമത്, ആശ്രയിക്കുന്ന ദൈവത്തോട് നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവാലയം പരിശുദ്ധാത്മ കൃപ നിനക്ക് തരികയാണ്. ഈ വചനപീഠം ദൈവസ്വരം നിനക്ക് തരികയാണ്. ഈ ബലിപീഠം ദൈവത്തെ നിനക്ക് തരികയാണ്. നീ ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ, ദൈവം നിന്നെ സ്വന്തമാക്കുമ്പോൾ നീ എല്ലാവർക്കും സ്വന്തമായിട്ട് തീരുന്നുവെന്ന് ഈ തിരുവചനം വ്യക്തമായി ശക്തമായി പറഞ്ഞു വെക്കുകയാണ്. നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിലൂടെ വലിയ പരിശുദ്ധാത്മ അഭിഷേകം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളില് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഒറ്റ നാമമേ നൽകപ്പെടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ് എന്ന് അപ്പോസ്തല പ്രവചനത്തിൽ വ്യക്തമായിട്ട് ശക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും 23 സങ്കീർത്തനം പറഞ്ഞില്ലേ, കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല എന്ന്. 90 സങ്കീർത്തനം പറഞ്ഞു വെക്കുന്നെന്താ, അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ സംരക്ഷണങ്ങളിൽ എന്നും ജീവിക്കാനായിട്ട് ആ ഇടയ സങ്കല്പത്തിലേക്ക് ആടുകളാൽ നമുക്ക് വളരാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ കൃപയാകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.